ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻഡ് ദിസ് വ്ലോഗ്. എന്തെൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പിയായിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസിന് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് കല്യാണത്തിൻ്റെ വീഡിയോ ഇടാവോ എന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതൊന്ന് പറയാമെന്ന്. രാവിലെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ രാവിലെ വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മൊത്തത്തിലൊരു മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ ഇന്നലെ. നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഫിസിക്കലി അല്ല, കൂടുതൽ നമ്മൾ നോക്കുന്ന മെൻ്റൽ ഹെൽത്താണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇന്നലെ ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നു, മെൻ്റലി കുറച്ച് ഡൗൺ ആയിരുന്നു അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ രാവിലെ ഓക്കെ ആയി. അപ്പോൾ ഞാൻ ഓർത്തു രാവിലെ തന്നെ വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യത്തിലും തീരുമാനമാവും. പിന്നെ അങ്ങോട്ട് തിരക്കാവും കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, വീട്ടു ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കാവും. ഇപ്പം ഞാനും വാപ്പായും മാത്രമേ ഉള്ളൂ ഇവിടെ. പിള്ളേഴ്സ് വീട്ടിലാണ്. ഇന്ന് വരും കേട്ടോ. ഇന്നലെ വിളിക്കണമെന്ന് വിചാരിച്ചാണ്, പിന്നെ അത് ഇന്നത്തേക്ക് മാറ്റി. അപ്പോൾ അവരിന്ന് വരും. അപ്പോൾ ബഹളവും കാര്യങ്ങളൊക്കെ ആവും. നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോ എടുക്കൽ രാവിലെ മാത്രമേ നടക്കുകയുള്ളൂ. പറഞ്ഞു വന്നത്, നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസിൽ ചെറിയൊരു ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് വഴിമാറിപ്പോയോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. കാരണം കല്യാണം റിലേറ്റ് ചെയ്ത വീഡിയോസായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ പർച്ചേസും കാര്യങ്ങളും ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കല്യാണത്തിൻ്റെ വീഡിയോയിലേക്ക് എത്തുന്ന പാലുകാച്ചിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നതും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും പാലുകാച്ചി ഞാൻ കാണിച്ചില്ല, കല്യാണവും കാണിച്ചില്ല. അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊക്കെ വേറെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ പേര് വന്നിട്ട് ചോദിച്ചു, കല്യാണം കഴിഞ്ഞില്ലേ, അല്ലെങ്കിൽ പാലുകാച്ചി കഴിഞ്ഞില്ലേ, എന്താ വീഡിയോസ് ഇടാത്തതെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റീസണാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഫോൺ ആ ഒരു ടൈം ആയപ്പോൾ കംപ്ലൈൻ്റ് ആയി. അതായത് ഡിസ്പ്ലേ അടിച്ചുപോയി. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ പൊന്നുവിൻ്റെ കല്യാണത്തിനും എനിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഞാനത് കുറച്ച് നേരത്തെയൊക്കെ ഒതുക്കി വെച്ചുകൊണ്ടാണോ എന്തോ എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു കല്യാണത്തിന് എനിക്ക് നല്ല രീതിക്കുള്ള തിരക്കുകളുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനാണ്. അതായത് സ്റ്റിച്ചിങ്ങും പരിപാടികളും എൻ്റെയും അന്നമ്മേൻ്റെയും പൊന്നുവിൻ്റെയും ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്ത് വർക്ക് ചെയ്ത് എടുത്തത് ഞാനാണ്. അപ്പോൾ അതിൻ്റെ നല്ലൊരു തിരക്കുണ്ടായിരുന്നു. പ്ലസ് വീടിൻ്റെ പാലുകാച്ചി, ഈ കല്യാണവും പാലുകാച്ചിയും തമ്മിൽ ഒരാഴ്ചത്തെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഡിസംബർ 1-ാം തീയതി ആയിരുന്നു പാലുകാച്ചി, ഡിസംബർ 8-ാം തീയതി ആയിരുന്നു കല്യാണം. അപ്പോൾ പാലുകാച്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരിടത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ അതിൻ്റേതായ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വീട് വൃത്തിയാക്കലും ഒതുക്കിപ്പറക്കലും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കലും ഒക്കെ ആയിട്ട് ഞാൻ നല്ല രീതിയിൽ തിരക്കായിരുന്നു കേട്ടോ. വീട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് മാറിയാൽ മതി, ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് വീടെങ്കിൽ കൂടിയും ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ലാസ്റ്റാണ് നമ്മൾ കിച്ചൺ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. അപ്പം ഈ ഒതുക്കി പറക്കുക, തേച്ച് കഴുകുക, വൃത്തിയാക്കുക എന്നൊക്കെ പറയുന്നത് നല്ല പണിയുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഒരുപാടും ഇക്ക തന്നെയാണ് കേട്ടോ ചെയ്തത്. ഈ കഴുകലും ഒക്കെ ഇക്ക തന്നെയാണ് ചെയ്തത്. പക്ഷേ നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങൾ ഒതുങ്ങി വരാനുണ്ടല്ലോ, അത് ഒന്ന്. പ്ലസ് കല്യാണമായിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങോട്ട് പോകൽ ഇങ്ങോട്ട് പോകൽ അതും ഉണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുമായിട്ടൊക്കെ പോകലും ഒക്കെ ഓരോ ദിവസം കാണും. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും അറിയാമല്ലോ, കുറേ സമയം അങ്ങ് പോയി കിട്ടും. അങ്ങനെ പോയി എനിക്ക് ഈ ഫോൺ ശരിയാക്കുക, കൊണ്ട് കൊടുക്കുക, അതിൻ്റെ പുറകെ പോകലും നടന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നല്ല ടയേർഡായി. എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് തീർത്താൽ മതി എന്നുള്ളൊരു തോന്നലോട്ടൊക്കെ വന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ പാലുകാച്ചിൻ്റെ വീഡിയോയും ഇല്ല, കല്യാണത്തിൻ്റെ വീഡിയോയും ഇല്ല കേട്ടോ. ഒത്തിരി ഇപ്പോൾ പാർലറിൽ പോകുന്നതാണെങ്കിലും ഡ്രസ്സിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ തലേ ദിവസത്തെ ആണെങ്കിലും ഒക്കെ വീഡിയോസ് എടുക്കാനാണെങ്കിൽ ഒരുപാട് വീഡിയോസ് എടുക്കാമായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു. പിന്നെ ഞാനങ്ങ് മടിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫോണിൻ്റെ ക്ലാരിറ്റി ഭയങ്കര കുറവാണ്. അപ്പം ഈ രാത്രിയൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതിലെടുത്തിട്ട് യാതൊരുവിധ കാര്യമില്ല. അപ്പോൾ പിന്നെയും ഞാനങ്ങ് ഇപ്പോൾ ശരിയാക്കിയിട്ടും കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിലോട്ടായിരുന്നു പാലുകാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ. സ്ഥിരം പരിപാടി സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമോ അപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരും. അവരെവിടെയോ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. ഓരോ ജില്ലകളിൽ നിന്ന് അടുത്ത ജില്ലയിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം. പോകുമെന്ന് നോക്കട്ടെ. പോകുന്നു വന്നില്ല കേട്ടോ. ഒരുപാട് പേരുണ്ട്. കരിയിലക്കിളി എന്നാട്ടോ ഇവിടെ പറയുന്ന ഇതിനെ. നിങ്ങളെ നാട്ടിൽ കാണിച്ചു തരാമെന്ന് പറയുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കുന്നതാണ്, കാണത്തില്ല. എന്തായാലും കരിയിലയുടെ നിറമാണ്, കാണാൻ പറ്റില്ല. കരിയിലക്കിളി എന്നാണ് പറയുന്നത്, നിങ്ങൾക്കറിയായിരിക്കും. ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ഇവർ പോയിട്ട് വീഡിയോ എടുക്കൽ നടക്കില്ല. അപ്പോൾ ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് എടുക്കുക കേട്ടോ. പറഞ്ഞു വന്നെന്തായിരുന്നു? ഫോണിൻ്റെ കാര്യം. പാലുകാച്ചിന് ഈ ഫോൺ
ശരിയാക്കിയിട്ടും കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാനതിനെ അങ്ങ് വിട്ടു. പിന്നെ കല്യാണമൊക്കെ ആയ ഒരു സമയത്ത് ഞാനതിൻ്റെ ഡിസ്പ്ലേ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കൽ ഇത് അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അവിടെ എവിടെയൊക്കെ വീഡിയോ എടുത്താലും അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. എല്ലാം ഒരു ഭയങ്കര തിരക്കിലാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. സാരി ഉടുക്കാമെന്ന് പറയുന്നത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. സാരി എൻ്റെ കല്യാണത്തിനും പിന്നെ എൻ്റെ ഒരു കസിൻ്റെ കല്യാണം ഞാൻ റൈഹുവിനെ പ്രസവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഒരു 40-45 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വേറെ ഒരു ഡ്രസ്സും ഇടാനില്ലാത്തത് കൊണ്ട്, അതായത് കയറത്തില്ല, നല്ല വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഏത് ഡ്രസ്സ് ഇട്ടാലും എനിക്ക് അങ്ങോട്ട് ശരിയാവാത്തത് കൊണ്ട് അന്ന് ഞാൻ സാരിയാണ് കേട്ടോ ഉടുത്തിട്ട് പോയത്. എൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് ഉടുത്ത് സാരി തന്നെ ഉടുത്തിട്ട് പോയത്. അതാണ് ഞാൻ സാരി ഉടുത്തത്. ഏതാണ്ട് 11 വർഷമാവുന്നു. പിന്നീട് അങ്ങനെ സാരി ഉടുക്കാൻ ട്രൈ ചെയ്തിട്ടില്ല. വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഉടുത്ത് നോക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉടുത്തുകൊണ്ട് പോയിട്ടില്ല. അപ്പോൾ ഞാനും പൊന്നും തീരുമാനിച്ചിരുന്നത് നമുക്ക് സാരി തന്നെ ആക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. സാരിയാണ് ഉടുത്തതും. അപ്പോൾ തനിച്ചുടുക്കാൻ അറിയത്തില്ല, അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാർലറിൽ പോയിട്ട് അങ്ങനെയാണ് സാരിയൊക്കെ ഉടുത്തത്. ഭയങ്കര തിരക്ക് പിടിച്ചുള്ളൊരു ഓട്ടമായിരുന്നു. കല്യാണത്തിൻ്റെ തലേന്നാണ് ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് പാർലറിൽ പോയി ജസ്റ്റ് ഒന്ന് ത്രെഡൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയത്. അത് നല്ല തിരക്കായിരുന്നു. കാരണം അന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ബാക്കി. എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ്റെ തൊട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് പോലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടാവും, എന്തെങ്കിലും നമ്മൾ മറന്നിട്ടുണ്ടാവും. അങ്ങനെ പർച്ചേസ് ചെയ്ത് നടക്കുമായിരുന്നു. പിന്നെ സാരിയുടെ ബ്ലൗസ് ഞാൻ തന്നെ ചെയ്തിട്ട് കല്യാണത്തിൻ്റെ അന്ന് അതായത് തലേന്ന് രാത്രി, കല്യാണം 8-ാം തീയതിയാണ്, 7-ാം തീയതി രാത്രി ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ട് വന്നതിന് ശേഷം ഇരുന്നിട്ടാണ് ഞാൻ ആ ബ്ലൗസ് കംപ്ലീറ്റ് ചെയ്തത്. അതായത് വെളുപ്പിന് 3 മണി വരെ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെയും പൊന്നുവിൻ്റെയും ബ്ലൗസ് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അമ്മ അതിൽ ഉറക്കമില്ലാത്ത ഓട്ടമായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് സാരി, എനിക്കും പൊന്നുവിനും സാരി ഉടുക്കണം, പ്ലസ് അന്നമ്മയ്ക്ക് ജസ്റ്റ് ഒന്ന് ഹെയർ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ 6 മണിക്ക് എഴുന്നേറ്റിട്ട് പാർലറിൽ പോയിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ചെയ്ത് ഇതൊക്കെ ആക്കി വന്നപ്പോഴത്തേക്കും കറണ്ട് പോയി. അപ്പോൾ കുറച്ച് ഡിലേ വന്നു. 10:30 നമ്മൾ തിരിച്ച് 10:30 കഴിഞ്ഞു കേട്ടോ. വീട്ടിൽ നിന്നുള്ള വിളിയായിരുന്നു, വാ എവിടെ പോയിക്കുന്നു എന്ന് ചീത്തയൊക്കെ കേട്ടു. 10:30 കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് പാർലറിൽ നിന്ന് വീട്ടിലോട്ട് വന്നപ്പോൾ 11:20, അതായത് 12 മണിക്ക് 12-നകത്തുമായിരുന്നു നിക്കാഹിൻ്റെ ടൈം. ചടയമംഗലമാണ്, കുറച്ച് നേരത്തെ ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ ഒരു ഹറിബറി സിറ്റുവേഷനായിരുന്നു. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലോ ഫോട്ടോ എടുക്കലോ ഒന്നും നല്ല രീതിക്ക് നടന്നില്ല. ഫോട്ടോഗ്രാഫർ എടുത്ത വീഡിയോസും ഫോട്ടോസും മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കൈ കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാ കിട്ടുമ്പോൾ ഞാൻ അത് ഇടാം കേട്ടോ. കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു വീഡിയോ, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കല്യാണത്തിൻ്റെ വ്ളോഗ് ഇടുന്നില്ലേ എന്ന്. അപ്പോൾ വ്ളോഗായിട്ട് ഇടാൻ എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു ക്ലിപ്പിങ്സും ഇല്ല എന്നതാണ് സത്യം. ഫോട്ടോസ് കുറച്ച് നമ്മൾ ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസുണ്ട്, അത് ഞാൻ എൻ്റെ ലാസ്റ്റ് ഇങ്ങനെ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് കാരണം. പിന്നെ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഇവിടെ നിന്ന് ഓരോ കുക്കിങ്ങും പരിപാടികളും ഒക്കെ ചെയ്യണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച് പ്ലാൻ ചെയ്തൊക്കെയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് പക്ഷേ എന്താണെന്ന് വെച്ചാലേ നല്ല തിരക്കാണ്. ഇപ്പോഴും എനിക്ക് ആ ഒരു അടുക്കി പറഞ്ഞ് ഒതുങ്ങി വരാമെന്ന് പറയില്ല, അത് വന്നിട്ടില്ല. പുതിയ വീടുമായിട്ട് അത്രയും ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താണ്, പാലുകാച്ചി കഴിഞ്ഞ ഉടനെ കല്യാണം ആയതുകൊണ്ട് തന്നെ ഈ പാലുകാച്ചി കഴിഞ്ഞുള്ള ഒതുക്കി പറക്കലൊക്കെ ഞാൻ പെൻഡിങ് വെച്ചിട്ടാണ് കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് തുടങ്ങിയത്. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരലും നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോയിൽ തന്നെ ഞാൻ പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പതിയാവും. പിന്നെ കുറേ കാര്യങ്ങൾ വീട്ടിലോട്ടാണെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, എല്ലാം അങ്ങോട്ടായിട്ടില്ല. എന്നിട്ടൊക്കെ പതിയെ വീഡിയോസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ബോറടിപ്പിച്ചോന്ന് അറിയത്തില്ല, കാര്യം മനസ്സിലായില്ലേ? പിന്നെ ഫോണൊന്ന് മാറണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ല, അകത്ത് വെച്ചിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുമുണ്ട് പ്രശ്നങ്ങൾ. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ വീട് പൊളിക്കാനായിട്ട് ഇട്ടേക്കുക, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. എല്ലാ സാധനങ്ങളും ഇങ്ങോട്ടേക്ക് എടുക്കാനും പറ്റത്തില്ല, ഉള്ള സാധനങ്ങൾ എവിടെ വെക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വീട് ഉള്ളത് എന്തുകൊണ്ട് നല്ലതാണ്, നമുക്ക് ഉപയോഗിക്കാത്ത എല്ലാ സാധനങ്ങളും അവിടോട്ട് മാറ്റാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അവിടെ ഇടാനായിട്ട് പറ്റും. പക്ഷേ അത് പൊളിക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മിഷ്യൻസ് ഉണ്ട്, 4 മിഷ്യനുണ്ട് കേട്ടോ. അത് തന്നെ ഇടാനുള്ള സ്ഥലം വേണം. പിന്നെന്താണ്, പിന്നെ ഹെയർ എക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഇനി ബാക്കിയുള്ളൂ. കുറേ ഞാനൊരു കിറ്റ് മാതിരി 170 രൂപയുടെ ഒരു കിറ്റ് മാതിരി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് സാധനങ്ങളും ഈ ക്ലിപ്പ് ഓക്കെ, അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് സാധനങ്ങളും അങ്ങനെ തീർന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ ബാക്കിയുണ്ട് കേട്ടോ. എന്നാലും അവിടെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നുള്ളിപ്പറക്കി എടുത്തിട്ട്
അതൊന്ന് സെയിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, പിന്നെ അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് കട്ടിൽ, അലമാരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഡ്രസ്സുകൾ കിടക്കുന്നുണ്ട്. അതൊക്കെ പറക്കി മാറ്റാമെന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെതലിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എല്ലാം ഇങ്ങോട്ടേക്ക് എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ അവിടെ ഇടിച്ചാൽ കുറേ സ്ഥലം കിട്ടും കേട്ടോ, കൃഷിയും കാര്യങ്ങളുമൊക്കെ. ഇപ്പോൾ ഇക്കാക്കാണെങ്കിലും എനിക്കാണെങ്കിലും പച്ചക്കറി കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ച് വയ്ക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് ഇടിച്ചിട്ട് എത്രത്തോളം സക്സസ് ആകും എന്നറിയത്തില്ല. കരിയിലെങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ, കിളികൾ വന്നിരിക്കുന്നതിൻ്റെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. രാവിലെ കുറച്ച് പരിപാടികളുണ്ട്, കുറച്ച് തയ്ക്കാനുണ്ട്. ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, അത് ഞാൻ കാണിക്കാവേ. ഒരു മാമിയുടെ റിലേറ്റീവിനാണ് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ട് ഏതാണ്ട് 1 മാസം കഴിഞ്ഞു. അപ്പോൾ അവർക്ക് പതുക്കെ മതിയെന്ന് പറഞ്ഞു. കല്യാണത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിലാണ് ആ ഒരു ഓർഡർ വന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഒന്ന് പതുക്കെ ആക്കിയത്. അപ്പോൾ അതൊന്ന് ഒരുവിധം കംപ്ലീറ്റായി. കുറച്ചും കൂടി ഉണ്ട്, മൊത്തം കംപ്ലീറ്റ് ആയിട്ടില്ല. അതും ഒന്ന് കംപ്ലീറ്റ് ആക്കണം. പിന്നെ മാമിക്കൊരു ചുരിദാർ വയ്ക്കാൻ കൊണ്ട് തന്നിട്ടുണ്ട്, അത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്ന് അതൊക്കെയാണ് പരിപാടി. പിന്നെ കുറേ തുണി കഴുകാൻ കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി മാറ്റണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇന്നും ഉണ്ട്. രാവിലെ ജസ്റ്റ് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടാണ് വന്നിട്ട് ഈ കഥാപ്രസംഗം നടത്തുന്നത്. ഇനി പോയിട്ട് അതൊന്ന് കുക്ക് ചെയ്ത് കാപ്പി ഉണ്ടാക്കണം. പൂരിക്കുള്ള മാവും കുഴച്ച് വെച്ചിട്ടാണ് വന്നത്. അപ്പം അതും ഒന്ന് സെറ്റാക്കണം. അതാണ് രാവിലത്തെ പരിപാടി. പിള്ളേരെ രാവിലെയൊക്കെ വിളിച്ചുകൊണ്ട് വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ അറിയാമല്ലോ, ആസ് യൂഷ്വൽ ചോറിൻ്റെ പരിപാടികളും നമ്മളെല്ലാ ദിവസവും. ചില ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കും കേട്ടോ, ഡെയിലി ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദിവസമാണെങ്കിൽ ഓടിപ്പോവുക, നമ്മളെ ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെയല്ലേ. ഇന്നലെ ഞാൻ ചെയ്ത സെയിം കാര്യമാണ് ഇന്ന് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സെയിം തന്നെയാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ദിവസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭയങ്കര ഫാസ്റ്റായിട്ട് ആ ദിവസം ഓടിപ്പോകുന്നത്? ഇപ്പം നേരം വെളുത്തിട്ടേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ എന്താ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു ദിവസം തീർന്നു പോവാം. കഴിഞ്ഞ ന്യൂ ഇയർ എന്ന് പറയുന്നത് എനിക്ക് ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ വീണ്ടും അതേ ദിവസം വരാൻ പോവാം. അതായത് ഡിസംബർ 31 എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. കഴിഞ്ഞ ബർത്ത്ഡേ എന്താണ് അത് ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ഒരു വയസ്സ് കംപ്ലീറ്റായി. അടുത്ത 31 ആവാൻ പോവാണ്. അടുത്ത വയസ്സിലോട്ട് കാലെടുത്ത് വെക്കാൻ പോവാണ്. ജീവിതത്തിൻ്റെ 1 വർഷം കൂടിയിട്ട് കഴിഞ്ഞു അല്ലേ? അതെ, 1 വർഷം കൂടി പെട്ടെന്ന് അങ്ങ് തീർന്നു. വയസ്സ് കൂടിക്കൊണ്ടിരിക്കുവാണ്. ജീവിക്കാനുള്ള എന്താ പറയുക, നമുക്ക് ഭൂമിയിൽ കിട്ടിയ ആ ഒരു സമയം 1 വർഷം കൂടി തീർന്നു, അങ്ങനെയല്ലേ പറയാം? അതെ, ഇവിടെ ജീവിക്കാൻ കിട്ടിയതിൽ 1 വർഷം കൂടി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ വിഷമിക്കേണ്ട ദിവസമല്ലേ? ഇത്രയും വർഷം ഇവിടെ ജീവിച്ചു എന്നുള്ളതിനെക്കാട്ടിയും അയ്യോ എനിക്ക് ജീവിക്കാനുള്ള ഒരു സമയം ഇനി വളരെ കുറച്ചേ ഉള്ളൂ എന്ന് ചിന്തിക്കേണ്ട ഒരു ഡേറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. ബേക്കിലോട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും ആലോചിക്കും കുറേ വിഷമങ്ങളും അല്ലെങ്കിൽ വെറുതെ സമയം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അല്ലേ? നാളെ ആവട്ടെ എന്ന് മാറ്റി വയ്ക്കൽ തെറ്റായ ഒരു കാര്യമാണ്. നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ വയസ്സും സമയവുമാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെ നാളത്തേക്ക് മാറ്റി വെക്കരുത് എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. പക്ഷേ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കൂലേ പ്രേരിപ്പിക്കുന്നത്, നാളത്തേക്കാവട്ടെ എന്ന് വിചാരിക്കും. ഇനിയെങ്കിലും അങ്ങനെ വെക്കാതെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് പോകണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. വലിയ കാര്യങ്ങളൊന്നും രാവിലെ നമുക്ക് ചർച്ച ചെയ്യണ്ട. നമുക്ക് പോയിട്ട് ഫ്രോക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ എൻ്റെ ബാക്കിയൊന്ന് കല്യാണത്തിനെടുത്ത കുറച്ച് ഫോട്ടോസും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, കയ്യിലുള്ള ഫോട്ടോസും ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പോയിട്ട് ഡ്രസ്സൊന്ന് നോക്കി പോയിട്ട് അകത്ത് പോയിട്ട് കാണിക്കാമെന്ന് പറയുന്ന റിസ്ക്കാണ്. ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ. പോയിട്ട് എടുത്തുകൊണ്ട് വന്നു. അതിൻ്റെ അകത്താണെങ്കിൽ ഇരുട്ടാണ്. ഇരുട്ട് മീൻസ് വെട്ടമുണ്ട്, പക്ഷേ ക്ലിയർ ആയിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. എങ്ങനെയുണ്ട്? ഓർഗൻസയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഓർഗൻസ ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല, കുറച്ചും കൂടി കളർ വ്യത്യാസമുണ്ട്. ഈ കിളികളെക്കാട്ടി ഒച്ചത്തിൽ ഞാൻ സംസാരിക്കേണ്ടി വരും, എന്നാലേ നിങ്ങൾക്ക് കേൾക്കത്തുള്ളൂ. അമ്മ അതിൽ അലപ്പാട്ടോ എല്ലാം കൂടി, അറിയത്തില്ല. അപ്പോൾ അതെ, ഇതിൻ്റെ ബോഡി പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇന്നലെ ഇരുന്ന് വർക്ക് ചെയ്താണ് കേട്ടോ. 3D വർക്കാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് ഓരോന്നും കണ്ടോ ബബിൾസ് മാതിരി വെച്ചേക്കുവാണ്, കണ്ടോ? ഇത് കംപ്ലീറ്റ് ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചേക്കാണ് കേട്ടോ. അതിൽ ബീഡ്സാണ് കൊടുത്തിരിക്കുന്നത്, വൈറ്റ് ആൻഡ്
ഗോൾഡൻ കളർ ബീഡ്സ്. പിന്നെ ഈ ഇത്ര ഒരു പോർഷൻ മാത്രം ഒഴിവാക്കിയിട്ട് സ്റ്റോൺസും കട്ട് ബീഡ്സും ഒട്ടിച്ചു കൊടുത്തേക്കുവാണേ. ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഷാമ്പു വാഷ് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. ചിലർ ഇങ്ങനെ വാങ്ങിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും അഴുക്കാവുമല്ലോ. ഇത് ഫാൻസി ടൈപ്പ് ഫ്രോക്കുകളാണ്. അങ്ങനെയുള്ളതിന് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് മാത്രമേ ചെയ്തെടുക്കാവുള്ളൂ. കാരണം ഈ ഒട്ടിച്ചേക്കുന്ന സ്റ്റോൺസൊക്കെ ഇളകിപ്പോവും. ഞാൻ പരമാവധി ഇത് ഒട്ടിക്കാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. ഇതൊക്കെ സ്റ്റിച്ചാണ്. ഇതും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാണ്. ഇതൊരു ബെൽറ്റ് കൊടുത്തേക്കാണ് കേട്ടോ. ഇവിടെ കറക്റ്റ് ഒരു ബെൽറ്റ് കൊടുത്തിട്ട് അതിൽ കട്ട് ബീഡ്സും പിന്നെ ഗോൾഡൻ കളർ ബീഡ്സും കൂടെ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇതിൻ്റെ അതിന് കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. അതായത് ഈ ഒരു സ്കേർട്ടിൻ്റെ പോർഷനിലും എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ച് ഇവിടെ ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കാമെന്നാണ്. പക്ഷേ ഓർഗൻസി ആയതുകൊണ്ട് ചിലപ്പോൾ അതങ്ങോട്ട് ഭംഗി വരത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതേമാതിരി എന്തെങ്കിലും ഒരു വർക്ക് ഇതിൽ കൊടുക്കും കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലെങ്ങാനും കാണിച്ചു തരാം. അപ്പോൾ ഇന്നലത്തെ എൻ്റെ രാത്രിയിലെ വർക്ക് ഇതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ രാവിലേക്ക് ഞാൻ കുറച്ച് അധികം ഡൗൺ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതലും കിടക്കാനാട്ടോ തോന്നുന്നത്. ഉറക്കം വരാമെന്ന് പറയില്ലേ, അങ്ങനെ. അപ്പോൾ ഒന്നും ചെയ്യാണ്ട് പോയിരിക്കും. പക്ഷേ ഇന്ന് ആലോചിക്കുമ്പോൾ വിചാരിക്കുന്ന ഇന്നലത്തെ എൻ്റെ ഒരു ദിവസമാണ് ഞാൻ ഒരാവശ്യമില്ലാണ്ട് നശിപ്പിച്ച് കളഞ്ഞത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ പെട്ടെന്ന് ടെൻഷൻ ആവുന്നതും. അത് ആലോചിച്ചിരുന്നിട്ട് ആ ഒരു ദിവസം അങ്ങ് കളയും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്ത് പ്രശ്നം വന്നാലും ആ കാലം അതിനെ കറക്റ്റ് ചെയ്ത് പോകുമെന്ന് പറയുന്ന എനിക്ക് അത് ശരിയാവും. അതിന് ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കടന്നു പോവുക തന്നെ ചെയ്യും. നമ്മൾ വെറുതെ ടെൻഷനായിട്ട് നമ്മുടെ ദിവസം നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കും. അപ്പോൾ ഇന്നലെ അതുകൊണ്ട് തന്നെ എൻ്റെ 2 ചാനലിലോട്ടുള്ള വീഡിയോ ഇടൽ മുടങ്ങി. ഈ ഒരു സ്റ്റിച്ചിങ് ഇന്നലെ കംപ്ലീറ്റ് ആവേണ്ടതായിരുന്നു, അത് കുളമായി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ഇന്ന് ചിന്തിക്കുമ്പോഴേ മനസ്സിലാവും. ഇന്നലെ ആ കാര്യം മനസ്സിലാവില്ലായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ അയ്യോ ഇട്ടാൽ മതിയായിരുന്നു, ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കുഞ്ഞുവാവ് ഇട്ട് കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെന്താ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കസ്റ്റമൈസേഷൻ വേണം എന്നുണ്ടെങ്കിൽ ബേബീസിൻ്റെ ഫ്രോക്കോ മമ്മി ആൻഡ് മീ ഡ്രസ്സോ ഒക്കെ കസ്റ്റമൈസേഷൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. പിന്നെ നമുക്ക് പറ്റുന്ന ഒരു ബഡ്ജറ്റിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ചെയ്യണം, ഇതിനെ കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് ചെയ്യാം, കുറച്ചുകൂടി കുറച്ചിട്ടും ചെയ്യാം. അതായത് മെറ്റീരിയലിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചൊക്കെ വരുത്തിയിട്ട് ഒരേ മോഡലിൽ പല റേറ്റിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? ക്വാളിറ്റിയിൽ കുറച്ച് വ്യത്യാസം വരുത്തിക്കൊണ്ട് നമുക്ക് അതേപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ കഥ പറഞ്ഞുകൊണ്ട് നിന്നാൽ ഇന്നത്തെ എൻ്റെ ദിവസവും പല വഴിക്കാവും. അപ്പോൾ ഓടിപ്പോയിട്ട് എൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വരട്ടെ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്, അതും കൂടി കണ്ടിട്ടേ പോവാവോളെ.